സി ഇറാഖിൻ്റെയും ഇറാൻ്റെയും കാര്യത്തിൽ രണ്ടും വളരെ വ്യത്യസ്തമാണ്. കാര്യം ഈ അമേരിക്കയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെയുള്ള സിവിലൈസേഷനുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഇസ്ലാമിക് ഐഡിയോളജി ക്ലോസ് നിറ്റാണ്. അത് വളരെ പെട്ടെന്നൊന്നും ഒരു ചെറിയ റെസിസ്റ്റൻസ് അല്ലെ ഓപ്പോസിഷൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ നമ്മളൊക്കെ കാണാൻ പറ്റും. ഒരു കാരണവശാലും അവിടെ ഒരു ബദൽ സംവിധാനം അമേരിക്ക ഉദ്ദേശിക്കുന്ന മാതിരി കൊണ്ടുവരാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളത് അവരുടെ ഒരു ഫൂളിഷ് ഡ്രീം ആയിരിക്കും. അത് നടക്കില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇപ്പോൾ ഒരു പ്രതിപക്ഷമില്ല. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു US നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടും ഒരു സ്ട്രോങ് പ്രതിപക്ഷം ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഐഡിയ നടന്നു എന്ന് വരാം. ഇവിടെ ഒരു പ്രതിപക്ഷമില്ല. അവരെ ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടു. വിലാപയാത്രയിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് അവരൊന്നും ഉദ്ദേശിച്ച രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കതിനകത്ത് ഇത് ചെയ്യാം. കാര്യം ഒരു കാരണവശാലും അത് നടക്കില്ല. അമേരിക്കയുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ മിസൈൽ ലോഞ്ചിങ് കംപ്ലീറ്റ് US-ൻ്റെ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ കംപ്ലീറ്റ് ഡീസ്റ്റെബിലൈസ് ചെയ്യുക. അതൊരു കാരണവശാലും അതും നടക്കില്ല. ഇറാൻ്റെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ അവർ പോലും ഇമാജിൻ ചെയ്യാത്ത സ്ഥലങ്ങളിലാണ് അവരത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഡിപ്ലോയ്മെൻറ്റ് അങ്ങനെയാണ്. ഇറാൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ആ ഒരു രീതിയിലാണ്. പിന്നെ കൂടാതെ ട്രംപ് അടുത്തത് എയിം ചെയ്യുന്നത് എന്താണ്? ഈ നേവിയെ, അതായത് അത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഇറാൻ നേവിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇറാൻ നേവിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗൂഢ ഉദ്ദേശം നമുക്കറിയാം. കാര്യം ആ ഹോർമിസ് കടലിടുക്ക് തന്നെയാണ് നേവി കൺട്രോൾ ചെയ്യുന്ന. അവിടെ നേവി ഇനിയും കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒമാനുമായിട്ടൊരു സന്ധി ഉണ്ടാക്കി ആ രീതിയിൽ പോകാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടിരിക്കുന്നു. രണ്ടാമതെന്താ ചോദിച്ചാൽ US എവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അജിംസെ ഒരു രാജ്യം പറയാമോ US ഇൻവേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ ഇൻ്റർഫിയർ ചെയ്തിട്ട് നന്നായി വന്നിട്ടുള്ള ഒരു രാജ്യമുണ്ടോ? ഇന്നേ വരെ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? ഒരു രാജ്യവുമില്ല. അവർക്ക് ഒരു കാരണം, അത് അവരുടെ പ്രശ്നമല്ല, അത് അവരുടെ കുഴപ്പവുമില്ല. കാര്യം ഒരു രാജ്യം പോലും ക്ലിയർ ആയിട്ട് വരരുത്. ഒരു ഇൻറ്റേറിയമായിട്ട് അവരെ ഒന്ന് ഡീസ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ ഒരു ഉണർന്നു വരുന്ന ഒരു 7-8 വർഷം ആകുമ്പോഴേക്കും വീണ്ടും ഒന്ന് ഡെവലപ്പായി വരുമ്പോൾ ഒരു പക്ഷേ നാളെ ഇറാനോട് ചേർന്ന് US നിന്നെന്ന് വരും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ്, അവരുടെ സ്വന്തം കാര്യം ഒരിക്കലും നമ്പാൻ കൊള്ളാത്ത ഒരു രാജ്യമെന്ന് പറയുന്നത് US ആണ്. അതെല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിൽ ഇപ്പം അവർക്ക് വെപ്പൺ മാക്സിമം സപ്ലൈ വരണം. അതുപോലെ തന്നെ ഇപ്പം ട്രംപ് ഇന്ന് ഇറാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഫസ്റ്റ് US എന്നുള്ള പോളിസി മാറി ഫസ്റ്റ് ഇസ്രയേൽ എന്നുള്ളത് വന്നു. അതിൻ്റെ കാരണം എന്തുവാ? ഈ ട്രംപ് വിജയിക്കാനായിട്ട് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഇസ്രയേലിലുള്ള യൂതന്മാരാണ്. ആ ഒരു കാര്യം ട്രംപിന് മറക്കാൻ പറ്റില്ല. ആ കാര്യം വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ട്രംപിനെ ഇപ്പം ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇസ്രയേലായിരിക്കും. ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ലോങ് ടേം സ്ട്രാറ്റജി എന്നോ ഷോർട്ട് ടേം സ്ട്രാറ്റജി എന്നോ പറയാൻ പറ്റില്ല. കാര്യം ഇത് തൽക്കാലത്തേക്ക് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഇവർ ഈ US-ഉം ഇസ്രയേലും ചേർന്ന് ഹെവി കാഷ്വാലിറ്റി, ഹെവി ഫയർ പവർ, അവരുടെ കയ്യിലുള്ള എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളും എടുത്ത് ബോംബർ, ബങ്കർ ബസ്റ്റർ, ഹെവി എക്യുപ്മെൻറ്റ്സ് അതൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ഇത് മൊത്തം എടുത്ത് മാക്സിമം ഹെവി വോളിയം ഓഫ് ഫയർ ഇറാൻ്റെ മേൽ കൊടുത്തുകൊണ്ട് ഞങ്ങളെല്ലാം സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറഞ്ഞൊരു യൂണിലാറ്ററൽ വിഡ്രോവൽ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ആ വഴിയേ വരുള്ളൂ. കാര്യം ഇറാൻ ഒരിക്കലും യൂണിലാറ്ററൽ സീസ് ഫയറിന് മുന്നോട്ട് വരില്ല. അപ്പം US പറയുന്നത് ഐദർ യു കം ഫോർ സീസ് ഫയർ ഓർ ഫയർ പവർ. അപ്പം ഇത് രണ്ടിൽ ഏതാണ് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവർ തന്നെ അത് യൂണിലാറ്ററൽ വിഡ്രോവൽ എന്നുള്ള രീതിയിലേക്കല്ലാതെ, കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ ആ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെ മറ്റുള്ള അറബ് കൺട്രീസ് പ്രഷറൈസ് ചെയ്യണം. ഇതിനു മുമ്പ് പറഞ്ഞ മാതിരി ഞാനും പറഞ്ഞു, അതുപോലെ തന്നെ ഐ തിങ്ക് മറ്റ് പാനലിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അവർ ആ രീതിയിൽ ഉദ്ദേശിക്കുന്ന ഒരു കാരണവശാലും നടക്കത്തില്ല. കാര്യം അറബ് കൺട്രീസ് ഒരിക്കലും ആ രീതിയിൽ US-നെ പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവരുടെ ഡെവലപ്മെൻറ്റ് ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് സിനാരിയോയിൽ ഐഡിയോളജിക്കൊന്നും അത്ര പ്രസക്തിയില്ല. ഡെവലപ്മെൻറ്റ്സ് ആണ്. ഈ ഡെവലപ്മെൻറ്റ് കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റുകളൊക്കെ പമ്പ് ചെയ്തിരിക്കുന്ന ഓരോരോ ചെറിയ രാജ്യങ്ങൾ അവർ ആ രീതിയിൽ നോക്കും. അവിടെ ഐഡിയോളജിക്ക് ഒരു പ്രസക്തി ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപ് ഈ രീതിയിൽ നാണംകെട്ട രീതിയിൽ തിരിച്ചു പോവുക. പക്ഷെ നാണം കെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പക്ഷേ റെജീം ചേഞ്ച് ഒരു കാരണവശാലും നടക്കില്ല.
അത് നടക്കാനൊട്ട് വളരെയധികം പ്രയാസമാണ്. കാര്യം അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അതുപോലെ വളരെ സുന്ദരമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിൽ നടന്നിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റിയാണ്. കാരണം ലീഡർ എക്സ്പയർ ആയി അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ടോ, അവിടെ ഒരു കോൺഫ്ലിക്റ്റോ കൺഫ്യൂഷനോ ഇല്ലാതെ അടുത്ത ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ഏറ്റെടുക്കുന്നു. ദാറ്റ് ഇസ് എ സീക്വൻസ്. അത് US ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു രീതിയിലാണ് ഇറാൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, അവരുടെ എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് ആണ്. ആ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി അജിംസെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ബഡ്ജറ്റ്, ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട്. വളരെ വളരെ കുറവാണ്. അതൊക്കെയാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ആ ഒരു ആംഗിളിൽ കാര്യം ഇറാൻ്റെ ഇൻറ്റൻഷൻ ഈ ഇതുപോലെ അഗ്രസീവായിട്ട് വാർമോങ്കറിങ് നടത്തി എക്യുപ്മെൻറ്റ്സ് കളക്ട് ചെയ്യേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നുവെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഡിഫൻസ് ബഡ്ജറ്റ് ഇറാൻ്റെ. ഇതൊന്നും ആർക്കും അറിയില്ല. ഇറാൻ്റെ ഡിഫൻസ് ബഡ്ജറ്റ് നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാകും ഇറാൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഇറാൻ ഒരു കാരണവശാലും ഈ ഒരു ലൈനിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇറാനെ അവർ ബ്ലെയിം ചെയ്യുന്നത് ഈ 3H ഹൂതി, ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു രീതി വന്നതുകൊണ്ട് ഇസ്രയേലിൻ്റെ ജന്മശത്രുവായി മാറി. അതിന് ആ ഒരു പക അത് തീർക്കുന്ന ഒരു ആംഗിളിലോട്ടാണ് ഇതിനെ കൂട്ടി വായിച്ചത്. അപ്പോൾ